ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സ്വർണവും അവിഹിതവും ഗർഭവും ഗർഭഛിദ്രവും. അതിൽ ഗർഭഛിദ്രമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഗർഭഛിദ്രത്തിൻ്റെ നിയമവശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗർഭഛിദ്രത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വസ്തുവുണ്ട്, ഹാങ്ങർ. അതായത് നമ്മൾ വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനോ അല്ലെങ്കിൽ തേച്ചോ ഒക്കെ ഇടുന്ന വസ്തുവാണ് ഹാങ്ങർ. ഹാങ്ങറും ഗർഭഛിദ്രവുമായി എന്താണ് ബന്ധം? വരട്ടെ പറയാം. ഈ ഹാങ്ങറിന് സായിപ്പന്മാർ വയർ കോട്ട് ഹാങ്ങർ അല്ലെങ്കിൽ വയർ ക്ലോത്ത് ഹാങ്ങർ എന്ന് പറയും. കനം കുറഞ്ഞ കമ്പി കൊണ്ടുണ്ടാക്കിയ ഹാങ്ങർ. പ്ലാസ്റ്റിക് ഹാങ്ങർ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലും അങ്ങനെ കനം കുറഞ്ഞ കമ്പി കൊണ്ടുണ്ടാക്കിയ ഹാങ്ങറുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. സുരക്ഷിതമായ ഗർഭഛിദ്രത്തിന് വേണ്ടി നടത്തിയ മൂവ്മെൻറ്റുകളിലൊക്കെ ഈ ഹാങ്ങർ ഒരു ചിഹ്നമായി ഉപയോഗിക്കുന്നത് കാണാം. ഒരു കാലത്ത് ഗർഭഛിദ്രം നിയമവിരുദ്ധമായിരുന്നു. 1973 പ്രശസ്തമായ റോ വേഴ്സസ് വെയ്ഡ് എന്ന കേസിൻ്റെ വിധി വരുന്നതുവരെ അമേരിക്കയിലും ഗർഭഛിദ്രം നിയമവിരുദ്ധമായിരുന്നു. ആ കാലയളവിലും സ്ത്രീകൾ ഗർഭിണികളാവുകയും പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത സാഹചര്യങ്ങളിൽ സ്വയം പ്രാകൃത മാർഗത്തിലൂടെ ഗർഭഛിദ്രത്തിന് മുതിരുകയും ചെയ്തിരുന്നു. ഈ ആവശ്യത്തിന് അവർക്ക് എളുപ്പത്തിൽ ലഭ്യമായിരുന്ന ഉപകരണങ്ങളിലൊന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഹാങ്ങർ. ഈ പ്രാകൃത മാർഗത്തിലൂടെ ഗർഭഛിദ്രത്തിന് സ്വയം മുതിർന്ന സ്ത്രീകളുടെ മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. ഇപ്പോൾ ഈ ഹാങ്ങർ ബ്ലാക്ക് ആലി ഇറ അല്ലെങ്കിൽ കറുത്ത ഇടവഴികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ പ്രാകൃത കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ചിഹ്നമായാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഗർഭഛിദ്രം സംബന്ധിക്കുന്ന ഇന്ത്യൻ നിയമം എന്തെന്ന് നോക്കാം. ഭാരതീയ ന്യായ സംഹിത 2023 88, 89, 90 എന്നീ വകുപ്പുകളാണ് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിലുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, IPCയിലോ ഭാരതീയ ന്യായ സംഹിതയിലോ അബോർഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പകരം മിസ്കാരേജ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നിയമങ്ങളിൽ 2 കൗതുകകരമായ പ്രയോഗങ്ങൾ കാണാം. ഒന്ന് വുമൺ വിത്ത് ചൈൽഡ്, രണ്ടാമത്തേത് ക്വിക്ക് വിത്ത് ചൈൽഡ്. വുമൺ വിത്ത് ചൈൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗർഭിണിയായ സ്ത്രീ എന്നാണ്. ക്വിക്ക് വിത്ത് ചൈൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനങ്ങൾ അമ്മയ്ക്ക് അറിയാറാകുന്ന കാലഘട്ടം എന്നാണ്. BNS 2023 പറയുന്നത് ഗർഭിണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ചെയ്യുന്ന ഗർഭഛിദ്രം 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടെയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എന്നാണ്. ഈ ശിക്ഷ ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനങ്ങൾ അമ്മയ്ക്ക് അറിയാൻ കഴിയുന്ന കാലഘട്ടത്തിലാണെങ്കിൽ അത് 7 വർഷം വരെ തടവും പിഴയും ആയി മാറും. ഇതിലെ കൗതുകകരമായ കാര്യം സ്വന്തം ഗർഭം അലസിപ്പിക്കുന്ന സ്ത്രീയും ഈ ശിക്ഷയുടെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ഈ കുറ്റകൃത്യം ജാമ്യം കിട്ടാവുന്ന തരത്തിൽപ്പെടുന്ന കുറ്റകൃത്യമാണ്. അതുപോലെ ഈ കേസ് പരിഗണിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാണ്. സെക്ഷൻ 89 പറയുന്നത് സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് സംബന്ധിച്ചാണ്. ഇവിടെ ഗർഭത്തിൻ്റെ കാലഘട്ടം പരിഗണിക്കുന്നില്ല. ശിക്ഷ ജീവപര്യന്തമാകാം, അല്ലെങ്കിൽ 10 വർഷം വരെ കഠിനമോ അല്ലാത്തതോ ആയ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം. ഈ വകുപ്പിൽപ്പെടുന്ന കുറ്റകൃത്യം, അതായത് ഗർഭിണിയുടെ സമ്മതമില്ലാതെ ഗർഭമലസിപ്പിക്കുക എന്ന കുറ്റകൃത്യം, അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. കേസ് പരിഗണിക്കേണ്ടത് സെഷൻസ് കോടതിയാണ്. കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിനും വ്യവസ്ഥയില്ല. ഇനി ഗർഭം അലസിപ്പിക്കുന്നതിനിടെ സ്ത്രീ മരിച്ചുപോയാൽ എന്താണ് ഭവിഷ്യത്ത്? അതാണ് സെക്ഷൻ 90 പറയുന്നത്. 10 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ. ഇനി ഗർഭിണിയുടെ സമ്മതമില്ലാതെ നടത്തുന്ന ഗർഭഛിദ്രത്തിലാണ്
ഗർഭിണി മരിക്കുന്നതെങ്കിൽ ജീവപര്യന്തമാണ് ശിക്ഷ. ഈ സെക്ഷന്റെ പ്രത്യേകത തൻ്റെ പ്രവൃത്തി ഗർഭിണിയുടെ മരണകാരണമായേക്കാമെന്ന് കുറ്റവാളി അറിഞ്ഞിരിക്കേണ്ടതില്ല എന്നതാണ്. ഈ കുറ്റകൃത്യം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകുന്നതും ജാമ്യമില്ലാത്തതുമാണ്. കേസ് പരിഗണിക്കേണ്ടത് സെഷൻസ് കോടതിയുമാണ്. ഇനി മറ്റൊരു നിയമവശവുമായി വീണ്ടും വരാം. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 2021 അതിൻ്റെ അമെൻമെൻറ്റുമാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും ചെയ്യാം.